നമ്മൾ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഏകദേശം സെയിം ആയിട്ടുള്ള കളർ പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകളും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ക്യാച്ചറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാം പേര് എവിടെയെങ്കിലും കൊത്തിവെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. അതിതുപോലെ ഒരു 3 ഡയമെൻഷണൽ ബോർഡ് ആയാലോ, അത് അതിലും സന്തോഷം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലുള്ളൊരു പേരയുടെ കമ്പാണ്. നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. നമ്മൾ ആ തൊലി കളഞ്ഞെടുത്തിരിക്കുകയാണ്. അടുത്തായിട്ട് നമുക്കിതൊന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ കമ്പൊന്ന് നെടുകെ പൊളന്നെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ പീസിൻ്റെ കനമൊന്ന് കുറച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ പേപ്പർ കട്ടർ ഉപയോഗിച്ച് ഇതുപോലെ ചീവി കൊടുക്കാം. നമുക്കിതുപോലെ ചെയ്തെടുക്കണം. ഇതുപോലെ കനം കുറച്ച് ലെവൽ ചെയ്തെടുക്കേണ്ടതാണ്. ഇനി നമുക്കൊരു 5 സെൻറ്റിമീറ്റർ നീളം കണക്കാക്കി ഇത് മുറിച്ചെടുക്കണം. നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് മുറിച്ചെടുക്കാം. നമ്മളൊരു പീസ് മുറിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള പീസുകളും ഇതുപോലെ മുറിച്ചെടുക്കാം. നമ്മൾ ആ ഒരു പീസിൽ നിന്ന് 3 കഷ്ണം മുറിച്ചെടുത്തിരിക്കുകയാണ്. അടുത്തായിട്ട് നമുക്കിതൊന്ന് നെടുകെ പൊളന്നെടുക്കണം. നമുക്കിതുപോലെ ഒരേ രീതിയിലുള്ള പീസുകൾ ഉണ്ടാക്കിയെടുക്കണം. അടുത്തായിട്ട് നമുക്ക് ഓരോ ലെറ്റേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ആദ്യമായി ഉണ്ടാക്കുന്നത് ഡി ആണ്. അതിനായിട്ട് ഇതുപോലെ 2 കുഞ്ഞു പീസുകൾ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത പീസുകളുടെ അതേ നീളമുള്ള അല്പം വീതിയുള്ള പീസ് ഇതുപോലെ ചേർത്ത് വെച്ച് നമുക്ക് ഇതുപോലെ കാർവ്ഡ് ആയിട്ടുള്ള പോർഷൻ വരച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമ്മളത് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. നമ്മൾ ഡി ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. നമുക്കിതുപോലെ മറ്റ് ലെറ്റേഴ്സും ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കുന്നതിനായിട്ട് നമ്മൾ ഇതല്പം സ്പീഡിലായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ എ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് എൻ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ എന്നും ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ഐ എൻ ഡി ഐ എ. നമ്മൾ മനോഹരമായിട്ട് ഇന്ത്യ എന്ന് എഴുതിയെടുത്തിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്കിത് ഇതുപോലൊരു ഫ്രെയിമിൽ ഒട്ടിച്ചെടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഐ ഒട്ടിക്കാം. നമ്മൾ ഫ്ലഷ് ക്യുക്കാണ് ഇത് ഒട്ടിക്കുവാനായിട്ട് എടുക്കുന്നത്. ഒരല്പം ഫ്ലഷ് ക്യുക്ക് തൊടുവിച്ച് കൊടുത്താണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത്. നമുക്ക് എല്ലാ ലെറ്റേഴ്സും അതുപോലെ ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ച് തീർന്നിരിക്കുകയാണ്. നല്ലൊരു ബോർഡായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കണം. നമ്മളത് കളർ ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഏകദേശം സെയിം ആയിട്ടുള്ള കളർ പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകളും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ലപോലെ കളർ ചെയ്ത് മനോഹരമാക്കി നിങ്ങളുടെ പേരുകളും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മുടെ നെയിം ബോർഡ്? ഇത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ നെയിം ബോർഡാണ്. നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ പേര് വീട്ടിൽ സ്വന്തമായി ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് വിടുക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് തരിക. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി കാണുന്നവരെ, ദിസ് ഈസ് ബിൻസ് ലൈവ് സൈനിങ് ഓഫ്.